നമ്മൾ സാധാരണ നമ്മുടെ ഫോണിൽ വാട്സപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം വാട്സപ്പ് അതേ ടൈമിൽ കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ഫോണിലുള്ള സെയിം വാട്സപ്പ് അതേ ടൈമിൽ കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഒഫീഷ്യലായിട്ടുള്ള ട്രിക്കാണ്, അൺഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം വാട്സപ്പ് വെബ് എന്ന് സെർച്ച് ചെയ്യുക. വാട്സപ്പ് വെബ് എന്ന് സെർച്ച് ചെയ്താൽ ഇതുപോലുള്ള ഒരു റിസൾട്ട് കാണാൻ പറ്റും. web.whatsapp.com. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ ഇതുപോലുള്ള ഒരു പേജ് വരുന്നതായിരിക്കും. ഇതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ 3 ഡോട്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലിങ്ക്ഡ് ഡിവൈസസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ലിങ്ക് ഡിവൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യാൻ പറയും. ഒന്നുകിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വെച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പിന്ന് വെച്ചിട്ട് ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യുക. ഞാൻ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു പേജ് വരുന്നതായിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, കമ്പ്യൂട്ടറിൽ കാണുന്ന ആ ഒരു QR കോഡ് നമ്മുടെ ഫോണിൽ സ്കാൻ ചെയ്യണം. ഞാൻ ആ ഒരു QR കോഡ് സ്കാൻ ചെയ്യാണ്. സ്കാൻ ചെയ്യുമ്പം ലോഗിൻ ഇൻ എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫോണിലുള്ള വാട്സപ്പ് കമ്പ്യൂട്ടറിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം ബാക്ക് അടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഇതിലും വർക്കിംഗ് ആണ്, അതേ സെയിം ടൈമിൽ കമ്പ്യൂട്ടറിലും വർക്കിംഗ് ആണ്. അപ്പം എൻ്റെ സെയിം വാട്സപ്പ് എനിക്ക് കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് ചില ആൾക്കാർ നിങ്ങളുടെ വാട്സപ്പ് അവരുടെ ഫോണിൽ എടുത്തേക്കാം. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് വെച്ചാൽ, ഇവിടെ മുകളിൽ 3 ഡോട്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലിങ്ക്ഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷനിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഡിവൈസ് സ്റ്റാറ്റസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ നമുക്ക് ഏതൊക്കെയാണ് കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസ് എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ ഒരു ഡിവൈസേ കാണിക്കുന്നുള്ളൂ, മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൽ എടുത്തിട്ടുള്ള ഒരു ഡിവൈസാണ് ഇതിൽ കാണിക്കുന്നത്. ഇനി ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാത്തൊരു ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആരോ നിങ്ങളറിയാതെ നിങ്ങളുടെ വാട്സപ്പ് അവരുടെ കമ്പ്യൂട്ടർ അല്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ലോഗൗട്ട് ചെയ്യണം. ഇത് ലോഗൗട്ട് ചെയ്താൽ അവരുടെ ആ ഡിവൈസിൽ നിന്ന് നിങ്ങളുടെ വാട്സപ്പ് പോകുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ജസ്റ്റ് ഈ ഒരു ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ലോഗൗട്ട് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ലോഗൗട്ട് ആവുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കമ്പ്യൂട്ടറിൽ നിന്ന് ആ ഒരു വാട്സപ്പ് ലോഗൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെയിം ടൈമിൽ ഫോണിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും സെയിം വാട്സപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അൺലിങ്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.